ടു നെക്സ്റ്റ്. ഓരോ ഭാരതീയൻ്റെയും സ്വകാര്യ അഹങ്കാരം. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്ന്. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളിയെന്ന് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ച ഇന്ത്യയുടെ സ്വന്തം വെണ്ണക്കൽ കൊട്ടാരം താജ്മഹൽ. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു മുഗൾ രാജവംശം. 1526 മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറാണ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. സാമ്രാജ്യം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്ത് തെക്ക് ഡെക്കാൻ മുതൽ വടക്ക് ഹിമാലയം വരെയും ഇന്നത്തെ ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങൾ മുതൽ അഫ്ഗാനിസ്ഥാൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ വരെയും ഭരണപ്രദേശം വ്യാപിച്ചു കിടന്നിരുന്നു. മുഗൾ സാമ്രാജ്യം അതിൻ്റെ സർവാധികാരത്തോടും പ്രൗഢിയോടും കൂടെ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്താണ് വംശത്തിലെ 5ാം തലമുറയിൽപ്പെട്ട രാജാവായ ഷാജഹാൻ തൻ്റെ പ്രിയ പത്നിക്ക് വേണ്ടി ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടൊരു മഹാനിർമ്മിതി പണി കഴിപ്പിക്കുന്നത്. പിന്നീടത് ലോകമറിയപ്പെടുന്ന ഒരു മനോഹര പ്രണയകാവ്യമായി മാറി. മുഗൾ സാമ്രാജ്യത്തിലെ 5ാമത്തെ ചക്രവർത്തിയായിരുന്ന ഷാജഹാന് 6 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഇതിൽ 3ാമത്തെ ഭാര്യയായിരുന്ന മുംതാസ് മഹലിന് വേണ്ടിയാണ് താജ്മഹലിൻ്റെ നിർമ്മാണം. കൂട്ടത്തിൽ തൻ്റെ ഏറ്റവും പ്രിയ പത്നി മുംതാസ് ആയിരുന്നു. മുംതാസ് മഹൽ ഭരണകാര്യങ്ങളിൽ വരെ ഷാജഹാനെ സഹായിച്ചിരുന്ന ബുദ്ധിമതിയായ ഒരു റാണിയായിരുന്നു. മുഗൾ സാമ്രാജ്യം തെക്ക് ഡെക്കാനിലേക്ക് നയിച്ച പടയോട്ടത്തിലും മുംതാസ് മഹൽ ഷാജഹാനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഒരു പടകുടീരത്തിൽ വെച്ച് തൻ്റെ 14ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടയിലാണ് മുംതാസ് മരണമടയുന്നത്. തുടർന്ന് തൻ്റെ പ്രിയതമയുടെ മൃതദേഹം മധ്യപ്രദേശിലെ ബുർഹാൻപൂർ എന്ന സ്ഥലത്ത് സംസ്കരിക്കുകയും ചെയ്തു. തൻ്റെ പ്രിയ പത്നിയുടെ വിയോഗം യുദ്ധഭൂമിയിൽ വെച്ചറിഞ്ഞ ഷാജഹാന് കൈപ്പിടിയിലാക്കിയ രാജ്യത്തെക്കാളും കൈവിട്ടുപോയ പ്രിയതമയെ ഓർത്തായിരുന്നു ദുഃഖം. ഇതിനുശേഷം കോട്ടയിലെത്തിയ ഷാജഹാൻ തീരുമാനിക്കുന്നു തൻ്റെ പത്നി എന്നും തൻ്റെ കൂടെ വേണമെന്നും ഈ ലോകം മുഴുവനും അത്ഭുതത്തോടെ വേണം തൻ്റെ ഭാര്യയെ നോക്കാനെന്നും. ഈ ഒരു ചിന്തയിൽ നിന്നാണ് പിന്നീട് ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ പിറവിയെടുക്കുന്നത്. അങ്ങനെ 1631 കൂടിയാണ് താജ്മഹലിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇന്ത്യൻ നഗരമായ ആഗ്രയിൽ യമുന നദിയുടെ തെക്കേ കരയിലായാണ് ഷാജഹാൻ ആ വെണ്ണക്കൽ കൊട്ടാരത്തിനായി സ്ഥാനം കണ്ടെത്തിയത്. നദിയുടെ മറുകരയിലുള്ള ആഗ്ര കോട്ടയിലിരുന്നാൽ അങ്ങകലെ തൻ്റെ പ്രിയ പത്നിയുടെ ശവകുടീരം കാണണം എന്ന രീതിയിലായിരുന്നു മഹലിൻ്റെ സ്ഥാനം. അങ്ങനെ 42 ഏക്കർ സ്ഥലത്ത് 20,000-ൽ ഏറെ ജോലിക്കാരെ ഉപയോഗിച്ച് 7,500-ഓളം കോടി രൂപ ചിലവിട്ടാണ് കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കൊട്ടാരം മുഴുവനായും വെളുത്ത നിറത്തിലുള്ള മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. രാജസ്ഥാനിലെ മക്രാന ഖനികളിൽ നിന്നുമാണ് ഈ മാർബിളുകൾ എത്തിച്ചിരുന്നത്. ഇതിനായി 1000-ഓളം ആനകളെയും കുതിരകളെയും ഉപയോഗിച്ചിരുന്നു. അക്കാലത്ത് ശവകുടീരത്തിൻ്റെ നിർമ്മാണത്തിനായി ഏഷ്യയിലുടനീളം വാസ്തുവിദഗ്ധരെ അന്വേഷിച്ചിരുന്നു. ഒടുവിൽ തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നുമെല്ലാമാണ് വാസ്തുവിദഗ്ധർ എത്തി താജ്മഹലിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നത്. അതിൽ പ്രധാനിയായിരുന്നു ഇസ്മായിൽ ഖാൻ. താജ്മഹലിൻ്റെ നിർമ്മാണശേഷം താൽക്കാലികമായി മധ്യപ്രദേശിൽ അടക്കം ചെയ്ത മുംതാസ് മഹലിൻ്റെ മൃതദേഹം പുറത്തെടുക്കുകയും താജ്മഹലിലേക്ക് മാറ്റുകയും ചെയ്തു. ഒട്ടനവധി പ്രത്യേകതകൾ കൊണ്ട് സമ്പുഷ്ടമാണ് താജ്മഹലിൻ്റെ നിർമ്മാണം. അതിൽ പ്രധാനമാണ് സൂര്യപ്രകാശത്തിനനുസരിച്ചുള്ള മഹലിൻ്റെ നിറം മാറ്റം. സൂര്യോദയത്തിൻ്റെ സമയത്ത് മഹൽ ഇളം മഞ്ഞ നിറത്തിലും ശേഷം ഇളം പിങ്ക് നിറത്തിലുമാണ് കാണപ്പെടുന്നത്. സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ കടുത്ത ചുവപ്പോടു കൂടിയ സ്വർണ്ണ നിറത്തിലും രാത്രി നിലാവെളിച്ചത്തിൽ വെള്ളരിപ്രാവിൻ്റേതുപോലുള്ള വെളുത്ത നിറത്തിലുമാണ് കോട്ട കാണപ്പെടുന്നത്. കൂടാതെ മഹലിൻ്റെ ചുവരുകളിൽ വില കൂടിയ രത്നങ്ങളും ഖുറാൻ വചനങ്ങളും കൊത്തിവെച്ചിരിക്കുന്നതും കാണാം. ഇതിൽ വലിയൊരു പങ്ക് രത്നങ്ങളും ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ തങ്ങളുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. താജ്മഹലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കോട്ടയ്ക്ക് ചുറ്റുമായി കാണപ്പെടുന്ന മിനാരങ്ങൾ. ഇവയെല്ലാം തന്നെ കൃത്യമായ അകലത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവ ഭൂമികുലുക്കം ഉണ്ടായാൽ പോലും ഗോപുരത്തിന് മുകളിലേക്ക് വീഴാത്ത രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ സൂക്ഷ്മതയോടെ വർഷങ്ങളോളം ആളുകൾ അധ്വാനിച്ചാണ് ആ മഹാനിർമ്മിതി രൂപപ്പെടുത്തിയെടുത്തത്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി.
1666 ജനുവരി 22 തൻ്റെ 74-ാം വയസ്സിൽ ഷാജഹാൻ്റെ മരണം സംഭവിക്കുന്നു. ശേഷം മകൾ ജഹനാരയുടെ നിർദ്ദേശപ്രകാരമാണ് ഷാജഹാൻ്റെ മൃതദേഹം താജ്മഹലിൽ സംസ്കരിക്കാൻ മകൻ ഔറംഗസീബ് അനുവാദം നൽകുന്നത്. പിതാവിൻ്റെ മരണത്തിനു മുൻപേ തന്നെ ഷാജഹാൻ്റെ മക്കൾ അധികാരത്തിനായി പരസ്പരം പോരടിക്കുകയും മകൻ ഔറംഗസീബ് മറ്റുള്ള സഹോദരങ്ങളെ വധിക്കുകയും അച്ഛനായ ഷാജഹാനെ തടവിലാക്കുകയും ചെയ്തു. ഏകദേശം 8 വർഷത്തോളം അദ്ദേഹം ആ തടവറയ്ക്കുള്ളിൽ കഴിഞ്ഞു. ഷാജഹാനെ തടവിലാക്കിയിരുന്ന അറയിൽ നിന്ന് നോക്കിയാൽ യമുനാ നദിയുടെ മറുകരയിൽ തൻ്റെ പ്രിയതമയ്ക്കായി താൻ നിർമ്മിച്ച ആ വെണ്ണക്കൽ കൊട്ടാരം അദ്ദേഹത്തിന് കാണാമായിരുന്നു. നിലാവെളിച്ചത്തിൽ തൻ്റെ പ്രിയതമയുടെ ഓർമ്മകളിൽ മുഴുകി അദ്ദേഹം വർഷങ്ങൾ തള്ളി നീക്കി. തൻ്റെ അവസാന നാളുകളിൽ ഷാജഹാൻ്റെ ആരോഗ്യനില വഷളാവുകയും കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വരികയും ഉണ്ടായി. അപ്പോഴും ഒരു കണ്ണാടി ചില്ലിൻ്റെ സഹായത്തോടെ തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി താൻ നിർമ്മിച്ച ആ വെൺമാടം നോക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. കാലാന്തരത്തിൽ താജ്മഹലിന് നിരവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും രാസവസ്തുക്കളും മഹലിൻ്റെ വെണ്മയ്ക്ക് മങ്ങൽ ഏർപ്പെടുത്തി. ശേഷം 2008 മുൾട്ടാനി മിട്ടി എന്ന ഒരുതരം മണ്ണുപയോഗിച്ചുള്ള ശുദ്ധീകരണത്തിൽ ആണ് പകുതിയിലേറെ വെണ്മ തിരികെ കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്ക് തന്നെ താജ്മഹലിൻ്റെ സംരക്ഷണത്തിനു വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. മഹലിൻ്റെ മുൻവശത്തെ ഉദ്യാനം ഇന്നു കാണുന്ന രീതിയിൽ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. നിറയെ മരങ്ങളും ചെടികളും കൊണ്ട് ഒരു ചെറിയ കാട് പോലെയായിരുന്നു ഇവ കാണപ്പെട്ടിരുന്നത്. ഇതെല്ലാം വെട്ടിനിരത്തി യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഉദ്യാനം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. കൂടാതെ 2-ാം ലോക മഹായുദ്ധകാലത്ത് താജ്മഹലിന് നേരെയുള്ള ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടി മുള കൊണ്ടുള്ള ഒരു ചട്ടക്കൂട് നിർമ്മിച്ചിരുന്നു. ഇത്തരത്തിൽ കാലാകാലങ്ങളിൽ ഭരണാധികാരികളും ഭരണകൂടവും ശ്രദ്ധ ചെലുത്തി സംരക്ഷിച്ചു പോന്നൊരു മഹാനിർമ്മിതിയാണ് ഇന്നു കാണുന്ന താജ്മഹൽ. ലോകമഹാത്ഭുതങ്ങളിൽ ഇന്ത്യയുടെ അഭിമാനമായ താജ്മഹൽ. ഇനി പറയാൻ പോകുന്നത് താജ്മഹലിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന ചില സംവാദങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമതാണ് കറുത്ത താജ്മഹൽ. എന്താണ് കറുത്ത താജ്മഹൽ? യമുനാ നദിയുടെ കരയിലുള്ള വെളുത്ത താജ്മഹലിൻ്റെ എതിർവശത്തായി ഷാജഹാൻ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു നിർമ്മിതിയാണത്രേ കറുത്ത താജ്മഹൽ. ഇത് തൻ്റെ തന്നെ ശവകുടീരമാക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഉത്തരം ഇപ്പോഴും ലഭ്യമല്ല. നദിയുടെ മറുകരയിൽ കറുത്ത നിറത്തിൽ കണ്ടെത്തിയ മാർബിളുകളുടെ അവശിഷ്ടങ്ങളും ഇതിനായി നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ഫൗണ്ടേഷനുമാണ് ഇതിനായി കണ്ടെത്തിയ തെളിവുകൾ. എന്നാൽ മാർബിളുകൾ താജ്മഹലിൻ്റെ തന്നെ അവശിഷ്ടങ്ങൾ ആണെന്നും അന്തരീക്ഷത്തിലെ രാസപ്രവർത്തനം മൂലം നിറം മാറിയതാകാമെന്നുമാണ് ഒരു കൂട്ടർ വാദിക്കുന്നത്. ഇനി ഇതിനായും തൻ്റെ പിതാവ് പണം ചിലവഴിക്കും എന്ന് കരുതിയാണ് ഷാജഹാനെ ഔറംഗസീബ് തടവിലാക്കിയതെന്നും കരുതപ്പെടുന്നു. രണ്ടാമത്തേതാണ് താജ്മഹൽ നിർമ്മിച്ച ശില്പിയുടെ കൈകൾ ഷാജഹാൻ വെട്ടിമാറ്റി എന്നുള്ളത്. താജ്മഹൽ പോലുള്ളൊരു മഹാനിർമ്മിതി ഇനി ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഷാജഹാൻ ഇത് ചെയ്തതെന്ന് പറയപ്പെടുന്നു. എന്നാൽ മറ്റൊരിടത്ത് ശില്പിയുടെ കൈകൾ മാത്രമല്ല, ജോലി ചെയ്ത 20,000 പേരുടെയും ഓരോ വിരലുകൾ വീതം മുറിച്ചെടുത്തു എന്നും പറയപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താനും മറക്കരുതേ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.